സംഘർഷം രൂക്ഷമായി തുടരുന്ന മണിപ്പൂരിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി നൽകി. അടുത്ത 2 ദിവസത്തേക്കാണ് അവധി കൊടുത്തിരിക്കുന്നത്. നിയമലംഘനം നടത്തിയ 164 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞു. CRPF ക്യാമ്പിന് നേരെയും ആക്രമണമുണ്ടായി. ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗമെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മണിപ്പൂരിൽ ഇപ്പോഴും ആശങ്കകൾ തന്നെയാണുള്ളത്. അവിടെ ഈ സംഘർഷം ഇപ്പോഴും ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ സേന ശക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ CRPF ക്യാമ്പിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ കുക്കി വിഭാഗക്കാരെന്നാണ് പറയുന്നത്. ഇങ്ങനെ സംഘർഷവും ആക്രമണങ്ങളും ഒക്കെ തുടരുന്ന പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒക്കെ 2 ദിവസത്തെ അവധി നൽകിയിരിക്കുകയാണ് മണിപ്പൂർ സർക്കാർ. ഇന്നും നാളെയുമാണ് അവധി നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 98 ചെക്ക് പോസ്റ്റുകൾ വിവിധ മേഖലകളിൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള പരിശോധനകളും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ഈ റോക്കറ്റ് ബോംബ് ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും ഒക്കെ തന്നെ ഇവർ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഈ നിയമലംഘനം നടത്തിയ 168 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും മണിപ്പൂർ പോലീസ് അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രിയും ഒപ്പം MLA മാരും ഗവർണറെ നേരിൽ കണ്ട് ഈ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായി 9 നിർദ്ദേശങ്ങൾ അടങ്ങിയ കത്തും അവർ കൈമാറിയിട്ടുണ്ടായിരുന്നു. കേന്ദ്രം ഈ ഘട്ടത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ഇന്നും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ ഈ ആക്രമണം നടന്നതിന് പിന്നാലെ 2ാം തവണയാണ് മുഖ്യമന്ത്രി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ പല മേഖലകളിൽ ഇപ്പോഴും ഈ പരിശോധനയും നിരീക്ഷണങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി ഈ സംഘർഷങ്ങൾക്കെതിരെ വനിതകളടക്കം ഉൾപ്പെടുന്ന ഒരു വലിയ പ്രതിഷേധ റാലി ആ മേഖലകളിൽ ഉണ്ടായിരുന്നു. അവിടെ പോലീസും ഈ പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ രീതിയിലൊരു ഏറ്റുമുട്ടലടക്കം ഉണ്ടായിരുന്നു. ടിയർ ഗ്യാസ് ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട പോലീസ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നിങ്ങനെ വലിയ ഒരു ആശങ്കകളിലേക്ക് തന്നെയാണ് മണിപ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എസ് കെ. ഓക്കെ, വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.